ആവിയും പുകയൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എടുത്തു കറക്റ്റായിട്ട്. ഈ വെള്ളം വറ്റണത് ഇങ്ങനെ ഗ്രേവി വേണം കുറച്ച്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ്. ഓക്കെ. എത്രയാ? 2 സ്പൂൺ. 1 സ്പൂൺ. ഒരു സ്പൂൺ സോയ സോസ്. നമ്മൾ സോയ സോസ് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചേർത്തിരുന്നു. 2 സ്പൂണ്. ഇപ്പോൾ 1 സ്പൂൺ അല്ലേ? ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര നിങ്ങളോട് തട്ടിയെടുക്കാന്ന് വെച്ചാൽ സ്പൂൺ അങ്ങോട്ട് ഇടാൻ പറ്റുന്ന പരുവത്തിലല്ല. മതിയല്ലോ. ഏകദേശം നമ്മളോട് ചില്ലി ചിക്കൻ്റെ ഒരു മയം ലുക്കൊക്കെ ആണല്ലേ. ക്യാപ്സിക്കം അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ കുറവ്. എനിക്ക് സംശയം ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇടേണ്ടതാണോ ഇടാതെ പോയതാണോ എന്നൊക്കെയായി. നമ്മൾ മല്ലിയിലൊക്കെ വിതറും പോലെ സ്പ്രിംഗ് ഒനിയൻസ്. അപ്പോൾ ഇതാണ് അജിതയുടെ വക ഡ്രാഗൺ ചിക്കൻ. ഇത് ഡ്രാഗൺ ചിക്കനാണ്. ഇത് ഉണ്ടാക്കിയ വിധം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഒട്ടും എല്ലില്ലാതെ, എല്ലൊക്കെ മാറ്റി ദശ മാത്രം എടുത്തിട്ട് 200 ഗ്രാം ചിക്കനിൽ നമ്മൾ കുറച്ച് മൈദാമാവ്, ഒരു 2 സ്പൂണുള്ള മൈദാമാവ്, 2 സ്പൂൺ സോയാ സോസ്, ലേശം ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 സ്പൂണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1/2 മണിക്കൂർ നേരം ഇത് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തു. അപ്പോൾ സോയാ സോസ് ഒഴിച്ചിരിക്കുന്ന കാരണം ഇതിന് പെട്ടെന്ന് നിറം മാറും. പക്ഷേ മൊരിഞ്ഞെടുക്കണ വരെ, നല്ലതായിട്ട് മൊരിയണ വരെ അത് നോക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് മാറ്റിക്കളയില്ല. സോയാ സോസിൻ്റെ നിറം കാരണം പെട്ടെന്ന് ബ്രൗണായി കാണും. നന്നായിട്ട് മൊരിച്ചതിന് ശേഷം ചിക്കൻ പീസസ് മാറ്റി വെച്ചിട്ട് എണ്ണ അധികമാണെങ്കിൽ കുറച്ച് എണ്ണ മാറ്റുക. എന്നിട്ടൊരു 2 സ്പൂൺ 2.5 സ്പൂൺ വീതം എണ്ണ ബാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചേക്കുന്നതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കുക. അത് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മണം മാറിയ ഉടനെ തന്നെ നമുക്കതിൽ സവാള ചേർക്കാം. 3 സവാള മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഉള്ളിയുടെ ഒന്ന് മൃദുത്വം, അതിൻ്റെ ഒരു ആ കടുപ്പൊന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചിക്കനും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നമ്മൾ അടപ്പ് വെച്ച് മൂടി ഇത് നന്നായിട്ടൊന്ന് വേവാൻ വെച്ചു. അപ്പം വെള്ളം ഒരുപാടങ്ങ് ഊർന്നു പോയത്, അത് വറ്റിപ്പോവാണ്ട് തന്നെ ആ സമയത്ത് നമ്മളിത് അടുപ്പ് മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൽ 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയാ സോസും 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൽ നമ്മൾ വേറെ പാനിലേക്ക് മാറ്റി എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻസ് ആണ്, അത് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് മേളിൽ വെതറിയെടുത്തതാണ് ഈ ചിക്കൻ ഡ്രാഗൺ. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ട്രൈയും കൂടെ ചെയ്യാം.